കേരളത്തിനും തമിഴ്നാടിനുമെതിരായ വിദ്വേഷ പരാമർശത്തിൽ തമിഴ്നാടിനോട് മാത്രം മാപ്പ് പറഞ്ഞ് കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ രാമേശ്വരം ബോംബ് സ്ഫോടനവുമായി തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ ബന്ധപ്പെടുത്തുന്ന പ്രസ്താവനയും പിൻവലിച്ചു. എന്നാൽ കേരളത്തിൽ നിന്നെത്തി പെൺകുട്ടികൾക്ക് നേരെ ആസിഡ് ഒഴിക്കുന്നു എന്ന പരാമർശം ബി.ജെ.പി. നേതാവ് പിൻവലിച്ചില്ല. എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. ശോഭാ കരന്തലജെ തമിഴ്നാടിനെതിരായിട്ടുള്ള പരാമർശങ്ങളാണ് പിൻവലിച്ചിട്ടുള്ളത്, കേരളത്തിനെതിരായത് പിൻവലിച്ചിട്ടില്ല. കരന്തലജെ ഇപ്പോൾ അവിടെ ആഭ്യന്തര പ്രശ്നം അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് ബി.ജെ.പിയിൽ നിന്ന് തന്നെ ഈ ഘട്ടത്തിലാണ് കർണാടകവുമായുള്ള ഒരു ഉരസൽ, തമിഴ്നാടുമായുള്ള ഒരു ഉരസൽ ഒഴിവാക്കിയിട്ടുണ്ടാവുക. തീർച്ചയായും അങ്ങനെ വേണം വിലയിരുത്താൻ. പ്രധാനമായും കേരളത്തിനും തമിഴ്നാടിനുമെതിരെ രണ്ട് പ്രസ്താവനകളാണ് ശോഭ കരന്തലജെ കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇതിൽ കേരളത്തിനെതിരെ നടത്തിയത്, കേരളത്തിൽ നിന്നുള്ളവർ ബംഗളൂരുവിൽ എത്തി, കർണാടകയിൽ എത്തി പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു എന്നതാണ് കേരളത്തിനെതിരെ അവർ നടത്തിയ പ്രസ്താവന. തമിഴ്നാടിനെതിരെ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ ബോംബുണ്ടാക്കാൻ പരിശീലനം നേടിയവർ കർണാടകയിലെത്തി ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നു എന്ന പ്രസ്താവനയാണ് നടത്തിയത്. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തമിഴ്നാട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ അതിരൂക്ഷമായ വിമർശനം കേന്ദ്രമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമിഴ്നാട് സർക്കാർ പരാതി നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ പ്രസ്താവനയ്ക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് ശോഭ കരന്തലജെ ഈ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ മാപ്പ് പറയലിനും ഒരു പ്രത്യേകതയുണ്ട്. തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭാ കരന്തലജെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കേരളത്തിനെതിരെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ അവർ മാപ്പ് പറഞ്ഞിട്ടില്ല, ആ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തപ്പെടുന്നത്, തമിഴ്നാടിൻ്റെ ഭാഗത്തുണ്ടായതുപോലെയുള്ള പ്രതിഷേധം കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ശോഭാ കരന്തലജയ്ക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയപ്പോൾ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം കേരളത്തിനെതിരെയുള്ള ഈ ഒരു പ്രസ്താവന പിൻവലിക്കാൻ അവർ തയ്യാറാകാത്തത് എന്നും വിലയിരുത്തപ്പെടുന്നു. മറ്റൊന്ന്, ഈ തമിഴ്നാടുമായുള്ള ഒരു ഉരസൽ വേണ്ട എന്നൊരു നിലപാടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം തമിഴ്നാടിനെതിരായുള്ള വിവാദ പ്രസ്താവന കേന്ദ്രമന്ത്രി പിൻവലിച്ചിരിക്കുന്നത്.